സത്യത്തിൽ ഈ പ്രദർശന സ്ഥലത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വലിയ വേദനയാണ് മനസ്സിൽ തോന്നുന്നത്. കാരണം ഇത് സംരക്ഷിക്കപ്പെടാൻ അതിന് ഉത്തരവാദിത്വമുള്ള നമ്മൾ ഓരോരുത്തരും നമ്മളുടെ പങ്ക് യഥാവിധി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. കാലത്തിനും ദേശത്തിനും അതീതമായ ഒരു നാമം മഹാത്മാഗാന്ധി. അത് ഇന്ന് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഈ പ്രദർശനം നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. കാരണം ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ ഭരണകർത്താക്കൾ ബോധപൂർവം ഗാന്ധിജി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് സ്നേഹം എന്നുള്ളതാണ്. ആ സ്നേഹത്തെ അട്ടിമറിച്ചുകൊണ്ട് വെറുപ്പിൻ്റെ ഭിന്നിപ്പിൻ്റെ ഒരു രാഷ്ട്രീയം കൊണ്ടുവരാനും അത് സംജാതമാക്കാനും അതിനുവേണ്ടി നടത്തുന്ന വലിയ പരിശ്രമങ്ങളാണ്. ആ പരിശ്രമങ്ങൾക്കിടയിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇത് സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട നമ്മൾ ഓരോരുത്തരും ഇതിൽ നിന്നും ഓടി അകലുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ശ്രീ ഗോപികൃഷ്ണനും ശ്രീ സുധീഷൊക്കെ കൂടെ ഒരുക്കിയിട്ടുള്ള ഈ പ്രദർശനത്തിലേക്ക് അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ആർക്കും ഈ ഗാന്ധിജി എന്ന് പറയുന്ന നാമം അല്ലെങ്കിൽ ഈ രാജ്യം എങ്ങനെ ഉണ്ടായി, എങ്ങനെ ഇന്ത്യയായി മാറി, അതിൻ്റെ ഒരു ചരിത്രം അന്വേഷിച്ച് കടന്നു പോകുമ്പോൾ ഇത് നമുക്കൊരിക്കലും തമസ്കരിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. എത്ര തന്നെ മൂടിവെക്കാൻ ശ്രമിച്ചാലും ഏതെങ്കിലും ഒരു സമയം അത് പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ നമുക്കെടുക്കാനുള്ളൊരു പ്രതിജ്ഞ എന്ന് പറയുന്നത് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാലഘട്ടത്തിൻ്റെ അനിവാര്യത എന്ന് പറയുന്നത് തുടർച്ചയായി നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. ഗാന്ധിജി എന്ന് പറയുന്ന ആ സ്നേഹത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ മാത്രമാണ് ഇന്ത്യ രാജ്യം എങ്ങനെയാണ് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തത് അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പരിശ്രമം ഇവിടെ വരുന്ന ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് എന്ന നിലയിൽ എനിക്കിതിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള എൻ്റെ നൊമ്പരങ്ങൾ അതിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, വരും ദിവസങ്ങളിൽ വരും കാലങ്ങളിൽ ഇത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എൻ്റെ പങ്ക് ഞാൻ ഭംഗിയായി